ഹലോ, ഇന്നത്തെ റെസിപ്പി ഒരു പിടി ആയാലോ? ആദ്യം നമുക്ക് അരിപ്പൊടിയും തേങ്ങ ചിരകിയതും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി വെളുത്തുള്ളിയും ജീരകവും ഒന്ന് ചതച്ചെടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ ചെറുള്ളി കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് ചൂടാകുമ്പോൾ നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ജീരകവും കൂടി ചേർക്കുക. ഇതൊന്ന് നല്ലപോലെ തിളച്ച് വരണം. കൂടെ ഉപ്പും കൂടി ചേർക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്ന അരിപ്പൊടിയുടെയും വെള്ളത്തിൻ്റെയും ഒക്കെ മെഷർമെൻറ്റ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന അരിപ്പൊടിയും തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ബ്രൗൺ കളർ ആകുന്നത് വരെ ചൂടാക്കരുത്. അതിനു മുമ്പേ ഇത് റിമൂവ് ചെയ്യണം. ഇവിടെ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് 1 കപ്പ് വെള്ളം എടുത്തിട്ട് നമുക്ക് ഈ പൊടി ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാല് കൂടി ചേർത്തിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. നമുക്കിനി ഇതൊരു ബോൾ ഷേപ്പിൽ ആക്കിയെടുക്കാം. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയിലേക്ക് ഒരല്പം തേങ്ങാപ്പാൽ കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. പിടിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാം. ഇനി ജീരകവും വെളുത്തുള്ളിയും ഇട്ട് തിളപ്പിച്ച വെള്ളം ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. ഈ വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന പിടി കൂടെ ചേർക്കണം. ഇനി തേങ്ങാപ്പാൽ കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കാം. ഇനി ഇത് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന അരിപ്പൊടിയും തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഇളക്കുക. ഇതാ നമ്മുടെ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ചൂടാറിയതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ആൻഡ് നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.